അനധികൃതമായ സ്വത്ത് സമ്പാദന കേസിൽ MLA കെ ബാബുവിന് സമൻസ് എന്നാണ് വാർത്ത. അതെ, ഇന്ന് കലൂർ PMLA കോടതിയിൽ ഹാജരാകണം. കേസിൽ നേരത്തെ ED കുറ്റപത്രം നൽകിയിരുന്നു. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. റാഫി, അപ്പോൾ സമൻസ് ഉണ്ട്, ഇന്ന് കോടതിയിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ബാബു കോടതിയിൽ ഹാജരാകുമോ എന്നതാണ് ചോദ്യം. പ്രജീൻ, അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയുള്ള കോടതി നടപടികളുടെ ഭാഗമായി കെ ബാബു MLAക്ക് സമൻസ് ലഭിച്ചിരിക്കുന്നത്. ഈ സമൻസിൽ കെ ബാബു MLA നേരിട്ട് ഹാജരാകില്ല ഇന്ന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിഭാഷകൻ മുഖേന ഇന്ന് കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ 2020 ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ബാബുവിനെ ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കേസിൽ കെ ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. 2007 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ കെ ബാബു തൻ്റെ വരുമാനത്തിൽ അധികമായി 25 ലക്ഷം രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. നേരത്തെ വിജിലൻസ് ആയിരുന്നു ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് വിജിലൻസിന്റെ FIRന്റെ ചുവട് പിടിച്ചായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത്. തുടർന്ന് 2020 കെ ബാബുവിനെ ചോദ്യം ചെയ്യുകയും കെ ബാബു MLAയുടെ സ്വത്തുക്കൾ 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഈ 2006 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ കെ ബാബു MLA വലിയ തോതിൽ വരുമാനത്തിലധികമായി സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നുള്ളതാണ്. ഈ പണം ഉപയോഗിച്ച് അദ്ദേഹം സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വരുമാനത്തിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തിയത്. അങ്ങനെയാണ് PMLA വകുപ്പിലെ 3-4 വകുപ്പുകൾ പ്രകാരം കെ ബാബുവിനെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് കേസിൽ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഹാജരാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതി നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ കെ ബാബു MLAക്ക് ഈ കോടതിയിൽ ഹാജരാകേണ്ടതായി തന്നെ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.